എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണ്. വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് ചൂസ് ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോം Ultahost എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. എന്താണ് Ultahost എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് പേര് വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ് മാർക്കറ്റിലുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്ത് നമ്മളൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് ദ ഫുൾ വീഡിയോ. Ultahost-ന്റെ ഫീച്ചേഴ്സ് എല്ലാം നമുക്കൊന്ന് നോക്കാം. Ultahost-ന്റെ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് പവർഫുൾ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്നുള്ളതാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരുപാട് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസിനെ ഇവരിവിടെ കമ്പാരിറ്റീവ്ലി പ്രൈസ് റേഞ്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൈറ്റ് ഗ്രൗണ്ട്, ബ്ലൂ ഹോസ്റ്റ്, ഹോസ്റ്റ് ഗേറ്റർ, ഡ്രീം ഹോസ്റ്റ് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിനെക്കാട്ടിലുമൊക്കെ പ്രൈസ് വൈസ് വെറും $3 മാത്രമാണ് Ultahost-ന്റെ ചാർജസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. $3 പെർ മന്ത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് തന്നെ ഒരു വലിയ ഡിഫറൻസ് ആണ്. ഇനി അത് കൂടാതെ തന്നെ Ultahost-ന്റെ സർവീസസിൽ, ഡൊമൈൻ സർവീസസിൽ തന്നെ നമുക്ക് ഒരുപാട് സർവീസസ് ഉണ്ട്. അതായത് നമുക്ക് ഡൊമൈനിൽ തന്നെ നമുക്ക് വോയിസ് ചെക്കർ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആരുടെയെങ്കിലും വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡൊമൈൻ SSL ചെക്കർ, നമ്മുടെ ഡൊമൈനിൻ്റെ SSL ചെക്കിങ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ AI ഡൊമൈൻ നെയിം ക്രിയേറ്റർ ഉണ്ട്. AI ഡൊമൈൻ നെയിം ജനറേറ്റർ ഉപയോഗിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഡൊമൈൻ നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ പറയാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഷെയർഡ് ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ വേർഡ്പ്രസ് ഹോസ്റ്റിംഗ്, VPS ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് സെർവേഴ്സ്, വിൻഡോസ് ഹോസ്റ്റിംഗ്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്സ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ്സ് നമുക്കിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ആണ്. വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. Ultahost-ന്റെ മറ്റുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ വെബ് ഹോസ്റ്റിംഗ് പ്ലാൻസിനകത്ത് ഫാസ്റ്റ് ആൻഡ് സെക്യൂറിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാൻസ് ഉണ്ട്. അതിൽ മോസ്റ്റ് പോപ്പുലർ പ്ലാൻ എന്ന് പറയുന്നത് ഈ പവർ പ്ലസ് എന്ന് പറയുന്ന പ്ലാനാണ്. അത് $32 പെർ മന്ത് ഉള്ളതാണ്. പക്ഷേ അത് ഒരുപാട് സൈറ്റുകളും അതുപോലെ ഒരുപാട് സെർവേഴ്സും, നമ്മളൊരു വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് ഏജൻസി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സിംഗിൾ വെബ്സൈറ്റ്സ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ, ഒരു ഒറ്റ വെബ്സൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 വെബ്സൈറ്റ് ഒക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VPS ബേസിക്കോ അതല്ലെന്നുണ്ടെങ്കിൽ ഷെയർഡ് സ്റ്റാർട്ടറോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒറ്റ ഡൊമൈൻ മാത്രമേ ഷെയർഡ് സ്റ്റാർട്ടറിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അതുകൂടാതെ നമുക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ചില സപ്പോർട്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന്, നമുക്ക് നമ്മളുടെ സൈറ്റ് ഓൾറെഡി ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കണക്റ്റഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ മൈഗ്രേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 30 days മണി ബാക്ക് ഗ്യാരണ്ടി ഇവരുടെ ഭാഗത്തു നിന്ന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്യാരണ്ടീഡ് ഡെഡിക്കേറ്റഡ് റിസോഴ്സസ് ഉണ്ട്. അതായത് ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടിംഗ് റിസോഴ്സസ്, നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ്, അതുപോലെ തന്നെ PDFs അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ അപ് ടൈം എന്ന് പറയുന്നത് അവരുടെ 3 tier ആൻഡ് 4 tier ഡേറ്റാ സെൻറ്റേഴ്സിൽ നിന്ന് നമുക്കത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി അതുകൂടാതെ തന്നെ ഇവർ ചൂസ് ചെയ്യുന്ന ഹോസ്റ്റിങ്ങുകളിൽ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്തുള്ള ഹോസ്റ്റിങ്സ് ചൂസ് ചെയ്യാം. വേർഡ്പ്രസ് ഹോസ്റ്റിംഗ്, ഇ-കൊമേഴ്സ് ഹോസ്റ്റിംഗ്, സോഷ്യൽ ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ CRM ഹോസ്റ്റിംഗ്. ഈ സോഷ്യൽ നെറ്റ്വർക്ക് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് ചൂസബിൾ ആയിട്ടുള്ള ഹോസ്റ്റിംഗ് പ്ലാൻസും ഇവിടെയുണ്ട്. ഇനി ഏറ്റവും കൂടുതലും ആളുകൾ ചൂസ് ചെയ്യുന്ന വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ആണ്. വേർഡ്പ്രസ് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വേർഡ്പ്രസ് ചൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ഡൊമൈൻ രജിസ്ട്രേഷൻ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് SSL സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാം. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം 24/7 സപ്പോർട്ട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ചാറ്റ് സപ്പോർട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവരുടെ ചാറ്റ് സപ്പോർട്ട് വഴി നമ്മൾ വെബ്സൈറ്റ് ഡൊമൈനോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇവരുടെ ചാറ്റ് സപ്പോർട്ടിലൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പെർഫോമൻസ് ആണോ, സെക്യൂരിറ്റി ആണോ, ഫ്ലെക്സിബിലിറ്റി ആണോ, വർക്ക് ഫ്ലോ ആണോ, 24/7 സപ്പോർട്ടാണോ, ഇതെല്ലാം Ultahost-ന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഹോസ്റ്റിംഗ് അതുപോലെ തന്നെ ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനാണ് പോകുന്നത്. നമ്മൾ മാനേജ്ഡ് വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ആണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈസി ടു മാനേജ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. നമ്മുടെ വേർഡ്പ്രസ് സൈറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. വേർഡ്പ്രസ് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ Ultahost-ന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്ന് ബിൽഡ് ചെയ്യാവുന്നതാണ്. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഫുൾ ട്യൂട്ടോറിയൽ ആൻഡ് കംപ്ലീറ്റ് യുവർ വെബ്സൈറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റാണ്. അത് നമ്മൾ Ultahost പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റാണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ
ഹോസ്റ്റിങ്ങിൽ തന്നെ Ultahost വെബ്സൈറ്റിൽ ഹോസ്റ്റിങ്ങിൽ തന്നെ WordPress ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയ ചൂസ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് അവിടുന്ന് നമ്മൾ മന്ത്ലി എന്ന് പറയുന്ന പ്ലാൻ ചൂസ് ചെയ്യുന്നു. മന്ത്ലി പ്ലാൻ ചൂസ് ചെയ്ത് ഞാൻ ഈ ഒരു WordPress എന്ന് പറയുന്നതാണ് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഇത് കൂടാതെ മറ്റുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. WordPress സ്റ്റാർട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് WordPress, VPS WordPress. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ എനിക്ക് ഒരു വെബ്സൈറ്റാണ് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 വെബ്സൈറ്റ്സിൻ്റെ പ്ലാൻസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 100 വെബ്സൈറ്റ്സ് ഈ 3 പ്ലാനുകളിൽ നിങ്ങൾക്ക് WordPress ചൂസ് ചെയ്യാം. ഇത് നിങ്ങളൊരു ഏജൻസി ആയിട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകൾ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതുകൊണ്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ 100 GB ആണ് ഇതിൻ്റെ SSD നമുക്ക് കിട്ടുന്നത്. ഓൾറെഡി നമുക്ക് കിട്ടുന്നത് ഇവരുടെ നമ്മുടെ SSD സെർവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ നമ്മളുടെ എല്ലാ സൈറ്റുകൾക്കും വേണ്ടിയുള്ള മന്ത്ലി വിസിറ്റ്സ് 25,000 ആണ് ഈ ഒരു പ്ലാനിലുള്ള സൈറ്റുകൾക്ക് അവർ ഓഫർ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പ്ലാനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് 1 lakh മന്ത്ലി വിസിറ്റ്സും VPS WordPress എന്ന് പറയുന്ന പ്ലാനിലാണെന്നുണ്ടെങ്കിൽ 3 lakh മന്ത്ലി വിസിറ്റ്സുമാണ് ഉണ്ടാകുന്നത്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് WordPress മാനേജറും അതുപോലെ തന്നെ ഫ്രീ ഇമെയിൽസും ഓപ്ഷൻസും എല്ലാം ഇതിലെല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ നമുക്കൊരു ഇമെയിൽ അക്കൗണ്ടേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ അൺലിമിറ്റഡ് ഡാറ്റാബേസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു WordPress വെബ്സൈറ്റിന് തന്നെ സബ് ഡൊമൈനും കാര്യങ്ങളുമൊക്കെ ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റാബേസസ് ആവശ്യമുണ്ട്. ഈ കേസസിൽ നമുക്ക് ഒരെണ്ണമേ പറ്റത്തുള്ളൂ. ബഡ്ജറ്റ് വൈസ് ഇത് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. എനിവേ ഞാനിപ്പോൾ ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്യുകയാണ് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ ആവശ്യത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡൊമൈൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സുബിൻ ഡിജിറ്റൽ 5 എന്ന് പറയുന്ന രീതിയിൽ ഞാൻ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലെനിക്ക് .com ചൂസ് ചെയ്യാം, .org, .lol, .net, .xyz ഇങ്ങനെ ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് .xyz ചെക്ക് ചെയ്യാണ്. .xyz നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് അവൈലബിൾ ആണ്. ഇതിന് മന്ത്ലി എനിക്ക് 212 രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ആഡ് ടു കാർട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മളൊരു ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്തു, അതുപോലെ തന്നെ നമ്മളൊരു ഡൊമൈനും ചൂസ് ചെയ്തു. അപ്പോൾ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മന്ത്ലി എല്ലാ മാസവും നമുക്ക് 299 രൂപ നമ്മുടെ ഹോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഹോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് നിങ്ങൾ ഒറ്റ വർഷത്തേക്ക് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് 3587 രൂപയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ആനുവലി, അതുപോലെ തന്നെ 2 വർഷത്തേക്ക് ഒരുമിച്ച്, 3 വർഷത്തേക്ക് ഒരുമിച്ച്, 6 മാസത്തേക്ക് ഒരുമിച്ച്, അതുപോലെ തന്നെ 3 മാസത്തേക്ക് ഒരുമിച്ച്. 3 മാസത്തേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് 896 ഇത്രയും രൂപയേ ആവത്തുള്ളൂ. 896 രൂപയ്ക്ക് 3 മാസത്തേക്ക് നമുക്കൊരു ഹോസ്റ്റിംഗ് നമുക്ക് പർച്ചേസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ മന്ത്ലി പ്ലാൻ ഉപയോഗിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിൽ നമ്മൾ 299 രൂപ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഏതാണോ സെർവർ ചൂസ് ചെയ്യേണ്ടത്, ഇപ്പം നമ്മളുടെ യൂസേഴ്സ് ഏത് സ്ഥലത്തു നിന്നാണോ വരുന്നത് അതിനനുസരിച്ചുള്ള സെർവേഴ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ യൂസേഴ്സ് എനിക്ക് ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മുംബൈ, ഇന്ത്യ എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ യൂസേഴ്സ് ഏത് സ്ഥലത്തു നിന്നാണ്, ഇപ്പോൾ ദുബായിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസേഴ്സ് വരാൻ പോകുന്നത് ദുബായിൽ നിന്നാണെങ്കിൽ അങ്ങനെ, ഇനി US നിന്നാണെങ്കിൽ അങ്ങനെ, UK ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ സെർവർ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ ആ സെർവറിൽ നിന്നായിരിക്കും യൂസറിലേക്ക് പെട്ടെന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെർവർ ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നത്. നമ്മൾ എവിടെയാണോ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഡേറ്റാസ് സൂക്ഷിക്കുന്നത് അവിടെ നിന്നാണ് ആ യൂസേഴ്സിലേക്ക് അത് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ഞാൻ മുംബൈ, ഇന്ത്യ ജസ്റ്റ് ചൂസ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വേർഡ്പ്രസ്സിൻ്റെ ആപ്ലിക്കേഷൻ, വേർഡ്പ്രസ് ആണെന്നുണ്ടെങ്കിൽ WordPress 6.2.2 എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. പ്രൊട്ടക്റ്റ് യുവർ സൈറ്റ് വിത്ത് SSL, അതായത് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് മറ്റുള്ള പ്ലാൻസിലൊക്കെ നമുക്ക് ഫ്രീ SSL സർട്ടിഫിക്കറ്റ് നമുക്കുണ്ട്. ഇവിടെ നമുക്ക് ഫ്രീ SSL സർട്ടിഫിക്കറ്റ് ഇല്ല. മറ്റുള്ള പ്ലാൻസിൽ നമുക്ക് ഫ്രീ SSL ഉണ്ട്. പിന്നെ നമുക്ക് SSL സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ചൂസ് ചെയ്യാം, റാപ്പിഡ് SSL അല്ലെങ്കിൽ റാപ്പിഡ് SSL. അതിനനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് SSL ചൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിനെ കുറച്ചുകൂടെ ട്രസ്റ്റഡ് ആക്കാനും അറ്റാക്കേഴ്സിൽ നിന്നുമൊക്കെ നമ്മുടെ വെബ്സൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ SSL ചൂസ് ചെയ്യുന്നത്. ഇതിനുശേഷം ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സുബിൻ ഡിജിറ്റൽ 5.xyz അതുപോലെ തന്നെ ഇത് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു.
അപ്പോൾ ടോട്ടൽ നമുക്ക് 527 രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടുന്ന് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഫുൾ ഇമെയിൽ സൊല്യൂഷൻ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ SSL ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഡൊമെയിൻ രജിസ്ട്രാറിൻ്റെ ഡീറ്റെയിൽസ് ഏതാണ് കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസിൽ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ് തന്നെയായിരിക്കും പ്രൈവസിയിൽ കാണുക. ഇനി അതല്ല പുതിയ ആൾക്കാരുടെ പേരിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ പേയ്പാൽ ഉപയോഗിച്ച്, ബിറ്റ് കോയിൻ ഉപയോഗിച്ച്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UAE അവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്, ടാപ്പ് പേയ്മെൻറ്റ് ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, യാൻഡെക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അലിപേ ഉണ്ട്. ഇനി അതല്ലാതെ പേ വിത്ത് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. താങ്ക്സ് ഫോർ യുവർ പർച്ചേസ്, ക്ലെയിം എ ഡിസ്കൗണ്ട് ഫോർ യുവർ നെക്സ്റ്റ് ഓർഡർ എന്നൊക്കെ അവരുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഡർ നമുക്ക് പ്ലേസ് ആയി കഴിഞ്ഞു. ക്ലയൻറ്റ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ നമ്മളുടെ ഡൊമൈനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സർവീസസും. നമ്മൾ സർവീസായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ WordPress ഹോസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത ഡൊമൈനും. ഇനി നമുക്കൊന്ന് മാനേജ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡൊമൈനും ഹോസ്റ്റിംഗ് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി നമ്മളിതിനെ മാനേജ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് നമ്മൾ ജസ്റ്റ് മാനേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ WordPress ഹോസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, നമ്മളുടെ പർച്ചേസ് ചെയ്ത ഡേറ്റ്, റെക്കറിങ് എമൗണ്ട്, മന്ത്ലി ബില്ലിംഗ് സൈക്കിൾ, അതുപോലുള്ള ഡീറ്റെയിൽസും, അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ പാനൽ, അതുപോലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയുണ്ട്. പക്ഷേ ഒരുപാട് കൺഫ്യൂഷൻ ഏരിയയിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മളുടെ WordPress വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ, ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് WordPressൻ്റെ SSO എന്ന് പറയുന്ന ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പം ഓക്കെ ആയോ, നമ്മുടെ വെബ്സൈറ്റ് ഇപ്പം ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പർച്ചേസ് ചെയ്ത വെബ്സൈറ്റ് Subin Digital 5.xyz എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് യുവർ വെബ്സൈറ്റ് ഈസ് കമ്മിങ് സൂൺ മോഡിലാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. മാനേജ് വെബ്സൈറ്റ്, ലോഗിൻ ടു യുവർ സെർവർ കൺട്രോൾ പാനൽ, ക്ലിക്ക് Ultahost ബിൽഡർ, ചൂസ് ദ ടെംപ്ലേറ്റ്, എഡിറ്റ് വെബ്സൈറ്റ് ആൻഡ് പബ്ലിഷ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് ഡാഷ്ബോർഡിൽ വന്നിട്ട് നമ്മളുടെ ഈ കൺട്രോൾ പാനൽ ഏരിയ ഉണ്ട്. ഈ കൺട്രോൾ പാനൽ ഏരിയയിൽ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് Ultahost ബിൽഡർ ഉണ്ട്. ഈ ബിൽഡർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റിൻ്റെ തീമൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, ലോഗിൻ ടു യുവർ സെർവർ കൺട്രോൾ പാനൽ, ക്ലിക്ക് Ultahost ബിൽഡർ, ചൂസ് ദ ടെംപ്ലേറ്റ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏത് ടെംപ്ലേറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്, നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പേഴ്സണൽ പേജ് എന്നുള്ള രീതിയിലുള്ളൊരു തീം ജസ്റ്റ് ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഡിസൈൻ കാണാനായിട്ട് സാധിക്കും. ഇത് Ultahost തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തീമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്കൊന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചൂസ് ചെയ്തു. Ultahost തന്നെ തരുന്ന ആ ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്തൊക്കെയാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേരിൽ ഞാൻ ജസ്റ്റ് Subin Yoosuf ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നിങ്ങനെ കൊടുക്കുന്നു. ഞാൻ ഇവിടെ നമുക്കിങ്ങനെ നമുക്കിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ അവർ സർവീസസ് എന്നുള്ളതിനകത്ത് ഞാൻ ഇപ്പം മൈ കോഴ്സസ് എന്നുള്ള രീതിയിലാക്കുന്നു. ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളുടെ ഗാലറിയിൽ നിന്നുള്ള ഏതെങ്കിലും ഇമേജോ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ന്യൂ ഫയലുണ്ട്. അപ്പോൾ ഈ ന്യൂ ഫയലിൽ പോയി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ്
എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു സൈസോ മറ്റ് ഡീറ്റെയിൽസോ എന്തെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വെർട്ടിക്കലായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിങ് ഏത് സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഏതൊരു ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്ന് നമ്മളുടെ ബിൽഡറിൽ നമ്മൾക്ക് സുബിൻ യൂസഫ് എന്ന് ഞാൻ കൊടുത്തു. ഇനി ഇവിടുത്തെ ഈ ഒരു ഏരിയയിലെ ഡീറ്റെയിൽസ് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം, എബൌട്ട് ഇതിലെല്ലാം നമുക്ക് നമ്മളുടെ ഐറ്റത്തിൻ്റെ പേര് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എബൌട്ട് അസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എബൌട്ട് മീ എന്നാക്കി. അതുപോലെ തന്നെ അവർ സർവീസസ് എന്നുള്ളത് ഞാനിപ്പം മൈ കോഴ്സസ് എന്നാക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹോം, എബൌട്ട് മീ, മൈ കോഴ്സസ്, കോണ്ടാക്റ്റസ് എന്നുള്ള രീതിയിലായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് മൈ കോഴ്സസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇനി ഇവിടെ എനിക്ക് എന്ത് ആണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ഞാൻ SEM ഇങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് നമ്മുടെ ടീം, നമ്മുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് ഇതുപോലെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഹോം, എബൌട്ട് മീ, മൈ കോഴ്സസ്, കോണ്ടാക്റ്റസ് എന്നായി. മൈ കോഴ്സസ് എന്നുള്ള ടാബ് വന്നു. ഇത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിങ്, SEO ആൻഡ് SEM എന്ന് വന്നു. ഇങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനു വേണ്ടി നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ് ഏരിയയിൽ പോയതിന് ശേഷം നമ്മളുടെ ഹോസ്റ്റിംഗ് ഏരിയയിൽ വന്നതിന് ശേഷം അൾട്ടാഹോസ്റ്റ് ബിൽഡർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുകൂടാതെ നമുക്ക് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് എൻഡിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇതിപ്പോൾ അൾട്ടാഹോസ്റ്റിൻ്റെ ബിൽഡർ നമ്മൾ ഓപ്പൺ ആക്കുന്നതാണ് ഒരു ടാബിൽ. ഇത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനുള്ള ഏരിയ. ഇത് നമ്മളുടെ വേർഡ്പ്രസിൻ്റെ ബാക്ക് എൻഡ് ഡാഷ്ബോർഡ് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിലോ ആഡ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ പോസ്റ്റ് ഇടാനും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. പോസ്റ്റ് ഇടാനോ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്കിതുവഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമ്മൾ പുതിയ പോസ്റ്റും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയാണ് നമ്മൾ വേർഡ്പ്രസിൻ്റെ ബാക്ക് എൻഡിലേക്ക് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ വേർഡ്പ്രസിൻ്റെ ബാക്ക് എൻഡ് നമുക്ക് ഇതുവഴി ലോഗിൻ ചെയ്ത് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ പറയുന്നത് പോലെ അൾട്ടാഹോസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അൾട്ടാഹോസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞിരുന്നു, നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മളിന്ന് ചെയ്തത് വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ആണ്. കമ്പാരിറ്റീവ്ലി ഈ കാണുന്ന മറ്റുള്ള ബ്രാൻഡുകളെക്കാട്ടിലും നമുക്ക് അൾട്ടാഹോസ്റ്റ് ഉപയോഗിച്ച് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തത് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരുന്ന പ്ലാറ്റ്ഫോം ഉൾട്ടാഹോസ്റ്റ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്റ്റിംഗ് പ്രൊവൈഡർ പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈസ് റേഞ്ചിലുള്ള ഡിഫറൻസ് തന്നെയായിരുന്നു. അതുകൂടാതെ നമ്മളൊരു വൺ മന്ത് പ്ലാനാണ് നമ്മളിന്ന് ചൂസ് ചെയ്തത്. 1 month പ്ലാൻ, അതുപോലെ തന്നെ 3 months പ്ലാൻ, 6 months പ്ലാൻ, 1 year പ്ലാൻ, 2 year പ്ലാൻ, 3 year പ്ലാൻ, എങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് വാങ്ങി നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണോ അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഇവരുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. 24/7 സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് ഇവരുടെ തന്നെ വെബ്സൈറ്റ് ബിൽഡർ ഉപയോഗിച്ചുകൊണ്ട്, ഉൾട്ടാഹോസ്റ്റ് ബിൽഡർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ തീം ആൻഡ് ഡിസൈൻസ് എല്ലാം പെർഫെക്റ്റ്ലി ചെയ്യാനും അതുപോലെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ ഉപയോഗിച്ചും അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഇവരുടെ ഉൾട്ടാഹോസ്റ്റ് ബിൽഡറിൽ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഉൾട്ടാഹോസ്റ്റ് ബിൽഡർ അല്ലാതെ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് പോസിബിളാണ്. അത് നിങ്ങളുടെ വെബ് ഡിസൈനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉൾട്ടാഹോസ്റ്റിൻ്റെ ചാറ്റ് സപ്പോർട്ടിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചാറ്റ് സപ്പോർട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങളവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിന് വേണ്ടുന്ന സപ്പോർട്ടും അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സപ്പോർട്ട്
സിസ്റ്റംസ് ഉണ്ട്. ഇവരുടെ ബേസ് സിസ്റ്റം കൂടാതെ ടെക്നിക്കൽ സിസ്റ്റത്തിലേക്ക് വരെ ഇവർ ട്രാൻസ്ഫർ ആക്കി നമ്മളുടെ സൈറ്റിന് വേണ്ടുന്ന ഹെൽപ്പുകളെല്ലാം ഇവർ ചെയ്തു തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റാരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഒരു പരിധി വരെ നിങ്ങളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നല്ല രീതിയിൽ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാനുമൊക്കെ ഉൾട്ടാഹോസ്റ്റ് പോലെ ഒരു പ്ലാറ്റ്ഫോം സ്യൂട്ടബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺ വിത്ത് എ ഫുൾ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.